പത്തനംതിട്ട കോന്നിയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതായി പരാതി. പരാതിക്കാരനൊപ്പം സ്റ്റേഷനിലെത്തിയ ടി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അല്പം മുമ്പ് എറണാകുളത്തെയൊക്കെ CPM ജില്ലാ സമ്മേളനത്തിന്റെ വിമർശനത്തിന്റെ കാര്യം പറയുകയായിരുന്നു. BJP-കാരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഒരു പരിഗണനയും സ്റ്റേഷനിൽ ലഭിക്കുന്നില്ല എന്നാണ്. അപ്പോഴാണ് കോന്നിയിൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ, സ്വാഭാവികമായും പൊതുപ്രവർത്തന നിലയിൽ അറിയുന്ന ആളുകളായിരിക്കാം, ആളുകൾക്കും പോലീസുകാർക്കും ഒക്കെ പരിചിതനായ ഒരു വ്യക്തി കൂടിയായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് അവിടെ ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകനെ മർദ്ദിക്കുന്ന നിലയുണ്ടായത്? അല്പസമയം മുൻപാണ് ഗോകുൽ ഇത്തരത്തിൽ ഒരു വിഷയം നടന്നത്. ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി ഒരു സ്ത്രീക്കൊപ്പം പരാതിക്കാരി ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആ സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് ഏരിയ കമ്മിറ്റി അംഗം ടി രാജേഷും ഈ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നു. ശേഷം ഒരു പോലീസുകാരൻ, ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. CPIM പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് ആ സിവിൽ പോലീസ് ഓഫീസർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്തായാലും ഈ സിവിൽ പോലീസ് ഓഫീസർ രാജേഷിനെ അകത്തേക്ക് കോളർ കുത്തിപ്പിടിച്ച് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശേഷം മർദ്ദിച്ചു എന്നും പറയുന്നു. നമുക്ക് ആ സ്ത്രീയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് നൽകാവുന്നതാണ്. എന്തായാലും ആ സ്ത്രീ പറയുന്നത് രൂക്ഷമായ രീതിയിൽ കുത്തിപ്പിടിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ്. അതിനുശേഷം ഈ രാജേഷ് ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തെ അവിടെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴുത്തിനും അതുപോലെ തന്നെ നെഞ്ചിനും മർദ്ദനമേറ്റു എന്നാണ് CPIM പ്രവർത്തകർ പറയുന്നത്. ശേഷം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് അവരെല്ലാം ചേർന്നാണ് ഈ രാജേഷിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിനുശേഷം CPIMന്റെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ ആശുപത്രിക്കും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും മുൻപിൽ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഇവർ പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഏരിയ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചത് എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഏരിയ കമ്മിറ്റി അംഗം ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട പോലീസുകാരനെ വൈദ്യ പരിശോധനയ്ക്കടക്കം വിധേയമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ റിസൾട്ട് അടക്കം അല്പസമയത്തിനകം പുറത്തു വരുമെന്നും. ശ്രീത്തെ, സ്വാഭാവികമായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ CPM പരാതി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണോ ഇപ്പോൾ ഈ വൈദ്യ പരിശോധനയൊക്കെ നടത്തുന്നത് പോലീസുകാരന്റെ? തീർച്ചയായും നമുക്കറിയാമല്ലോ, പത്തനംതിട്ട ജില്ലയിലെ CPIMന്റെ ഒരു സംഘടനാ രീതി ഗൂഗിളിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ CPIM കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. CPIMന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KP ഉദയഭാനു, മുൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗവും ആയ KP ഉദയഭാനു അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും അവരെല്ലാവരും തന്നെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കോന്നിയിലെ DYSP രാജപ്പൻ റാവുത്തറെ അടക്കം വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും രാജേഷ് ഇപ്പോൾ ചികിത്സയിലാണ്. കൂടുതൽ ശക്തമായ നടപടി പോലീസുകാരനെതിരെ വേണമെന്ന് കൃത്യമായ രീതിയിൽ CPIM നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമെന്ന ഒരു മുന്നറിയിപ്പാണ് CPIMന്റെ കോന്നി ഏരിയ കമ്മിറ്റി ഇപ്പോൾ നൽകുന്നത്. ശരി, പൊതുപ്രവർത്തകനായ CPIM ഏരിയ കമ്മിറ്റി അംഗത്തെയാണ് ഒരു CPO മർദ്ദിച്ചു എന്ന പരാതി വരുന്നത്. ആ പരാതി സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിൽ, അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി അല്പം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനും ആ സ്റ്റേഷനിലുണ്ടായിരുന്ന, ആ സമയമുണ്ടായിരുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ പോലീസുകാരൻ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകി.